ആണവ കരാറിൽ അമേരിക്കയുമായി ചർച്ചകൾ നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കത്ത് ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനി ബുധനാഴ്ച നിരസിക്കുകയായിരുന്നു ചെയ്തത്. മാത്രമല്ല, ചർച്ചയിലെ നിർദ്ദേശങ്ങൾ അമേരിക്ക പാലിക്കില്ലെന്ന് തങ്ങൾക്കറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നെ ചർച്ച നടത്തിയിട്ട് എന്ത് കാര്യമാണെന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതിനാൽ ചർച്ചയ്ക്കുള്ള ക്ഷണം പൊതുജനാഭിപ്രായത്തെ വഞ്ചിക്കലാണെന്ന് ഖമേനി പറഞ്ഞതായി ഇറാനിലെ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ടും ചെയ്തു. കത്ത് ഇതുവരെ കണ്ടിട്ടില്ലെന്ന് ഖമേനി പറഞ്ഞതായിട്ടാണ് പുറത്തുവരുന്ന വിവരങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഖമേനി പറഞ്ഞത് ട്രംപ് ഭരണകൂടമായി നടത്തുന്ന ചർച്ചകൾ കാര്യമായ ഫലം കാണില്ലെന്നും ഉപരോധങ്ങൾ ചുമത്തി ഇറാനുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാനുമാണ് ഈ ശ്രമങ്ങളെന്നുമാണ്. ഇറാനെതിരെ ഏതൊരു സൈനിക ആക്രമണത്തിനെതിരെയും അതിശക്തമായി തിരിച്ചടിക്കുമെന്നും ഖമേനി ബുധനാഴ്ച മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. കൂടാതെ ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ അമേരിക്കക്കാരോ അവരുടെ ഏജന്റുമാരോ രാഷ്ട്രങ്ങളോ തെറ്റായ ഒരു ചുവടുവെപ്പ് നടത്തുകയാണെങ്കിൽ ഇറാന്റെ പ്രതികരണം വളരെയധികം നിർണായകമായിരിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഏറ്റവും കൂടുതൽ ദോഷം അനുഭവിക്കേണ്ടി വരുന്നത് ശരിക്കും അമേരിക്കയ്ക്ക് തന്നെയായിരിക്കും. ആണവ ചർച്ചകൾക്ക് അമേരിക്ക തയ്യാറാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ട്രംപ് കഴിഞ്ഞ ആഴ്ചയാണ് ഖമേനിക്ക് കത്തയച്ചിരുന്നത്. ട്രംപ് തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തി രംഗത്ത് വന്നിരുന്നത്. കത്തയച്ചതിനു ശേഷം ട്രംപ് ഇറാനെ സമ്മർദ്ദത്തിലാക്കുന്ന രണ്ട് കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. ഇറാനെ കൈകാര്യം ചെയ്യാൻ യഥാർത്ഥത്തിൽ രണ്ട് വഴികളുണ്ടെന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത്. ഇറാനെ സൈനികമായി നേരിടുക, അതുമല്ലെങ്കിൽ അവരുമായി ഒരു കരാറിൽ ഏർപ്പെടുക. ഇത്തരത്തിൽ കർശനമായ മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയിട്ടുള്ളത്. 2018 ലോകശക്തികളുമായുള്ള ഇറാന്റെ 2015 ആണവ കരാറിൽ നിന്ന് ട്രംപ് അമേരിക്കയെ പിൻവലിക്കുകയും അതുപോലെ തന്നെ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തളർത്തിയ ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുകയും ചെയ്ത നടപടിയായിരുന്നു കൈക്കൊണ്ടിരുന്നത്. കൂടാതെ ഇറാനിയൻ രാഷ്ട്രകാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് ഖമേനിയുമാണ്. ഭീഷണികൾക്ക് വഴങ്ങി ഇറാനെ ചർച്ചകളിലേക്ക് തള്ളിവിടില്ലെന്ന് കഴിഞ്ഞ ആഴ്ച അദ്ദേഹം പറയുകയുണ്ടായി. ഇറാനുമായി ഒരു ആണവ കരാറിനുള്ള ചർച്ചയ്ക്ക് വാതിൽ തുറന്നിട്ടിരിക്കെ ഇറാനെ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ഒറ്റപ്പെടുത്താനും അതുപോലെ തന്നെ എണ്ണ കയറ്റുമതി വെട്ടിക്കുറയ്ക്കാനും ട്രംപ് തന്റെ ആദ്യ ടൈമിൽ പ്രസിഡന്റായി പ്രയോഗിച്ച പരമാവധി സമ്മർദ്ദം വീണ്ടും ഇറാനുമേൽ ചുമത്താൻ സാധ്യതയുണ്ടെന്നും ഖമേനി പറഞ്ഞിരുന്നു. ആണവായുധം വികസിപ്പിക്കുന്നുവെന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ശക്തമായി പറയുമ്പോൾ തന്നെ തങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ലെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് ഇറാൻ വെളിപ്പെടുത്തുന്നത്. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് അത് ഒരിക്കലും തടയാൻ കഴിയില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ തങ്ങൾ ആണവായുധം നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നത്. എങ്കിൽ പോലും ഇറാന്റെ കൈവശമുള്ള 60% വരെ പരിശുദ്ധിയുള്ള യുറേനിയം ശേഖരം ഏകദേശം 90% ആയുധ ഗ്രേഡ് ലെവലിനോട് അടുത്ത് കുതിച്ചുയർന്നതായിട്ട് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ഇറാന്റെ ആണവ അഭിലാഷങ്ങൾ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാന്റെ മുഖ്യ ശത്രുവായ ഇസ്രയേൽ ഭീഷണി ഉയർത്തുകയും ചെയ്യുകയുണ്ടായി. ഇറാന്റെ ആണവ അഭിലാഷങ്ങളെയും മിഡിൽ ഈസ്റ്റിലെ അതിന്റെ സ്വാധീനത്തെയും തടയാൻ ഇസ്രയേലും അമേരിക്കയും ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ മാസം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായ മാർക്കോ റൂബിയോയെ സന്ദർശിച്ച ശേഷം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നത്.